ഹലോ ഗൈസ്, ഏവർക്കും ഞങ്ങളുടെ ഒരു വെറൈറ്റി വീഡിയോയിലേക്ക് സ്വാഗതം. വെറൈറ്റി വീഡിയോ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വേറെ ഒന്നും തോന്നും. വേറെ ഒന്നുമല്ല ഗൈസ്, നമുക്ക് കുറച്ച് വരിക്കച്ചക്ക കിട്ടിയായിരുന്നു, പഴുത്ത ഒരു വരിക്കച്ചക്ക കിട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആവശ്യത്തിന് ഞങ്ങൾ കഴിച്ചിട്ട് വീണ്ടും ബാലൻസ് വന്നു. അപ്പോൾ വിചാരിച്ചു വൈകിട്ട് ചായയുടെ കൂടെ സൈഡായിട്ട് ചക്കയപ്പം ഒന്ന് ഉണ്ടാക്കിയാലോ എന്നൊരു തോന്നൽ കയറി. അപ്പാടെ തന്നെ ഒന്നും നോക്കിയില്ല ഗൈസ്, സൈഡായിട്ട് ചക്കയപ്പം അങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. ആ ചക്കകളെടുത്തു ഇവിടെ നട്ട് ക്ലീൻ ചെയ്ത് തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കയെല്ലാം ക്ലീൻ ചെയ്തെടുത്തു ഗൈസ്. ഒന്ന് കണ്ടു, നല്ല അടിപൊളി കളറായിട്ട്. ഇനി ചെയ്യേണ്ട വരുന്നത് ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ആ ഒരു സംഭവമാണ് അടുത്ത ഘട്ടം. കണ്ടോ, കഴിച്ചു. ലാക്കു, ഒരു ടക്ക വേണോ? ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം ചക്ക അരിഞ്ഞെടുക്കുന്നതാണ്. ഇതിനെ ചെറുതായിട്ട് കുനുകുനായിട്ട് അതിനെ ഇഞ്ച പരുവാക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗൈസ്. അപ്പോൾ ഇതിനെ ഇനി ഈ ഒരു സെക്ഷൻ കഴിഞ്ഞോടം അടുത്ത ഘട്ടമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഓക്കെ, നമ്മുടെ ചക്ക അരിഞ്ഞിൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അരിഞ്ഞതാ, അതിൻ്റെ കളർ കണ്ടില്ലേ, അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചേരുവയെന്ന് വെച്ചാൽ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര കണ്ടോ, ഇതെടുത്ത് ഒരു എറിഞ്ഞ അന്നേരം വീണ് ചാവും. ശർക്കര. അടുത്ത ഐറ്റംസ് എന്ന് പറയുമ്പോൾ അരിപ്പൊടിയാണ്. ആവശ്യത്തിന് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കടമ്പയിലേക്ക് കടക്കാം. ഇതെല്ലാം സെറ്റ് ചെയ്തതിന് മുന്നേ ഫൈനൽ കടമ്പ എന്ന് പറയുമ്പോൾ ഈ ചക്ക ഒന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശർക്കര പാവ് കാച്ചുന്നതാണ്. ഓക്കെ, ഈ പാവ് കാച്ചിയാണ് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഘട്ടം എന്ന് പറയുമ്പോൾ മിക്സിങ് ഐറ്റമാണ്. അപ്പോൾ അങ്ങനെ വറുത്ത് വെച്ച മാവിൻ്റെ മുകളിലോട്ട് നമ്മുടെ ശർക്കര പാനി ഒഴിക്കുകയാണ് ഗൈസ്. ഒന്ന് കണ്ടു, എന്നിട്ട് അവനെ നല്ലതുപോലെയായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതാരും അനുകരിക്കരുത്, കാരണം ഫ്ലോപ്പായാൽ ഞങ്ങളെ കുറ്റം പറയരുത്. കമ്പനിക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അങ്ങനെ നമ്മൾ മിക്സിയിൽ വെച്ച് അടിച്ച ചക്ക തട്ടിയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് തേങ്ങ ചേർക്കുന്നുണ്ട് അതിനകത്തോട്ട്. പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടി ലേശം നെയ്യും കൂടെ അതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഇടുമ്പോൾ എന്ന് വെച്ചാൽ 2-3 ഗുണമുണ്ട്. നമ്മുടെ ഇലയിലത് പറ്റിയിരിക്കത്തില്ല, പിന്നെ ടേസ്റ്റും കിട്ടും. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ചങ്ങ് ഇളക്കുവാണ്. എന്താകുമോ എന്തോ കണ്ടു തന്നെ അറിയാം. അങ്ങനെ നമ്മുടെ ചക്കയപ്പത്തിൻ്റെ മിശ്രിതം തയ്യാറായി കഴിഞ്ഞു. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൽ ചേർത്ത് എന്തെന്നൊക്കെ വെച്ചാൽ വേറെ ഒന്നുമില്ല, ശർക്കര, തേങ്ങ, നെയ്യ്, പിന്നെ മെയിനായിട്ടുള്ള അരിപ്പൊടിയും ചക്കയും. എന്നിട്ട് ഇതിനെ ഒരുമിച്ചിട്ട് ഇളക്കി ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇവനെ ഇലയിൽ അങ്ങ് കിടത്തണം. അടുത്ത ഘട്ടം അതാണ്. കണ്ടോ, നമുക്കിനി ഇലയിൽ വെച്ച് ഇതിനെ അങ്ങ് ഉറക്കണ രംഗമാണ് നിങ്ങൾ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് പരന്ന് വരട്ടെ. കൈ അങ്ങോട്ട് മാറ്റിക്ക്. കണ്ടോ, നല്ല അടിപൊളി. ഇപ്പം തന്നെ ആ നെയ്യ് ഒഴിച്ചതിൻ്റെ ആ ഒരു കളർ കണ്ടോ. ഇപ്പോൾ പരത്തി കഴിഞ്ഞു. നമുക്കിനി എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാത്ത രീതിയിൽ അവനെ അങ്ങ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചക്ക ഇപ്പം ആവിലിരുന്നു പരുവായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളിത് കഴിക്കുന്ന രംഗം ഇന്ന് കാണിക്കും. വേറെ ഒന്നുമല്ല, നമ്മളൊരു ചേട്ടൻ
പേര് തന്നെ പറയാം, പ്രവീൺ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസ് എടുക്കും, ഭക്ഷണത്തിൻ്റെ വീഡിയോസ് എടുക്കുമ്പോൾ അത് കഴിക്കുന്ന വീഡിയോസും കൂടെ ഉൾപ്പെടുത്തണമേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടിന്ന് നമ്മുടെ പ്രവീൺ ചേട്ടന് വേണ്ടി ഇന്ന് കഴിക്കുന്ന വീഡിയോസുമായി ഞങ്ങൾ വരും. അപ്പോൾ ഇലയട സെറ്റായിട്ടുണ്ട്. ഇലയട അല്ല, ചക്കയപ്പം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവി പറക്കുന്നുണ്ട്, നല്ല ആവിയാണ് പറക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് മറിച്ച് വിട്ടു. അപ്പോൾ സെറ്റ്. ഇനി ഒന്ന് കഴിച്ചു നോക്കാം. ടേസ്റ്റ് ചെയ്തോ? കഴിക്കും. പിന്നെ കഴിക്കുന്നതിന് മുന്നേ പ്രവീൺ ചേട്ടനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞങ്ങളത് കഴിക്കുവാണ്. വേറെ ഒന്നുമല്ല, പ്രവീൺ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ ഐറ്റംസ് സെറ്റ് ചെയ്യുമ്പോൾ കഴിക്കുന്ന വീഡിയോസും കൂടെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രവീൺ ചേട്ടനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാനത് കഴിക്കുവാണ്. പ്രവീൺ ചേട്ടാ കാണുക. പ്രവീൺ ചേട്ടാ, സംഭവം എന്തായാലും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ സത്യം ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആദ്യമായിട്ടുള്ള എൻ്റെ ട്രൈ. അത് വിജയിച്ചു. അപ്പോൾ ചക്കയപ്പം ഉണ്ടാക്കി കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ പ്രവീൺ ചേട്ടൻ കണ്ടു, സംതൃപ്തി അടഞ്ഞു എന്ന് ഞങ്ങൾ വിചാരിക്കുവാണ് ഇപ്പോഴേ. അപ്പോൾ തൽക്കാലം ഞങ്ങളിവിടെ നിർത്തുവാണ്. മറ്റൊരു വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ ഈ വീഡിയോ കണ്ട് സമാധാനിക്കുക. അപ്പോൾ ബൈ ബൈ.